അറിയാത്ത പാട്ടുകൾ വരെ ഇതിൽ പ്ലേ ആകുമ്പോ അടുത്ത വരി പാടുക. ഞാൻ മൃഗങ്ങളുടെ തലയൊക്കെ കണ്ടു. ഒരു നല്ല മാച്ച് ഉണ്ടല്ലേ. എന്റെ റെഡ് ഡ്രസ് അർജു. ഹായ് ഗൈസ്, ഹൗ ആർ യു ഡൂയിങ്? വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് മീറ്റപ്പ് പിക്കുന്ന ഒരു ഓഫ് ഡേ ആണ്. ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. പിന്നെ ഒരു സ്പെഷ്യൽ കാര്യം കൂടെ ഉള്ളത് വാലന്റൈൻസ് ഡേ ആണ്. ഇന്നല്ല വാലന്റൈൻസ് ഡേ, നാളെയാണ്. അപ്പൊ നാളെ ഞങ്ങൾക്ക് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ ഇന്ന് എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ ചെയ്യാന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഞങ്ങള് പോകുന്നത് ഫുജേറയിലുള്ള ഒരു അടിപൊളി സ്പോട്ട്, എന്താ പറയാ, നല്ല ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ്. അതിന്റെ പേര് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. അവിടെ പോയാല് പേര് ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോ വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ് സത്യം പറഞ്ഞു പോകുന്നത്. വീഡിയോയിലൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി അവിടെ പോയിട്ട് ഇങ്ങനെ ഉണ്ടാവും, ഞാൻ വഴിയെ കാണിച്ചു തരാം കേട്ടോ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ദ വ്ലോഗ്. ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു 1 hour 25 minutes ഡ്രൈവ് ആണ് കേട്ടോ. കുറച്ച് പോവാനുണ്ട്, എന്നാലും കുഴപ്പമില്ല. നല്ലൊരു ലോങ് ഡ്രൈവും കൂടെ ആവും. ഞങ്ങള് വീട്ടിൽ നിന്ന് ഒരു മണിക്ക് ആയപ്പോ റെഡി ആവാൻ തുടങ്ങി. 2 മണി, ഇപ്പൊ 2 o'clock ഒക്കെ ആയപ്പോണ് ഇറങ്ങി. അല്ലോ 1:30 ആയപ്പോ ഇറങ്ങി. പിന്നെ ഞങ്ങള് ഫുഡ് ഉച്ചക്കത്തെ ലഞ്ച് ആക്കിയിട്ടുണ്ടായിരുന്നില്ല, പുറത്തുനിന്ന് കഴിക്കാന്ന് വിചാരിച്ചു. പിന്നെ പുറത്തുനിന്ന് വലുതായിട്ടൊന്നുമില്ല, ചെറുതായിട്ടൊരു ക്ലബ് സാൻഡ്വിച്ച്, പിന്നെ ഞാൻ ഞാനൊരു അവക്കാഡോ ഷേക്കാണ് പറഞ്ഞിട്ടുള്ളത്. ആ ചായയാണ് അതൊക്കെ കഴിച്ചോണ്ടാണ് പോകുന്നത്. ഹലോ ഹലോ. ഞങ്ങള് രണ്ടാലും ഫ്ലവറി വൈബ്സ് ഒക്കെ ഉള്ള ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്. നിറയെ ഫ്ലവേഴ്സ് ആണ് ഡ്രസ്സിൽ. ഞങ്ങള് പോകാൻ പോകുന്ന സ്ഥലത്ത് നിറയെ കുറെ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ട്. സോ രസം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ പോകുന്ന വഴിയിൽ എന്തെങ്കിലുമൊക്കെ കാണുവാണെങ്കിൽ അത്ര ഇൻക്ലൂഡ് ചെയ്യാട്ടോ. സോ സീ യു ദേർ. നമ്മുടെ ഇവിടുത്തെ പുറത്തുനിന്ന് വാങ്ങുന്നതിന്റെ FM-ന്റെ വോളിയം എന്ന് പറഞ്ഞു. പുറത്തുനിന്ന് വാങ്ങുന്നതിന്റെ നല്ല മധുരം ഉണ്ടാവും. ഞാൻ വീട്ടിലുണ്ടാക്കുന്ന മധുരം ഇടാറേ ഇല്ല. വല്ലപ്പോഴും ഇങ്ങനെ പുറത്തുനിന്ന് കഴിക്കുന്നു. മധുരിട്ട് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ആണല്ലോ. എനിക്ക് പിന്നെ മധുരത്തിനോട് വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല. എന്നാൽ ഇത് കുടിക്കുമ്പോ ഒരു ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ. സൂര്യ മല കയറി വെച്ചോ, അതാണ് സ്പീഡ്. ഗായ്സ്, നിങ്ങൾക്കൊരു കാര്യം അറിയാം, ഈ അർജുനില്ല ആദ്യം മലയാളം പാട്ടുകളൊന്നും കേൾക്കാറേ ഇല്ല, അറിയില്ല, കേൾക്കില്ല. ഞാനാണെങ്കിൽ പണ്ട് മുതലേ കുറച്ച് പഴയ പാട്ടുകളൊക്കെയാണ് ചെവി അടയുന്നു. കുറച്ച് പഴയ പാട്ടുകളൊക്കെ കേൾക്കുന്ന ഒരാളാണ് കേട്ടോ. മലയാളം പാട്ടുകള് എനിക്ക് അങ്ങനത്തെ പാട്ടുകൾ, ഇങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോ അങ്ങനത്തെ പാട്ടുകൾ കേൾക്കാനാണ് ഇഷ്ടം. അർജു ആണെങ്കിൽ നമ്മുടെ മൊത്തം ഇംഗ്ലീഷ് സോങ്, ജിങ്ക് ചികചക എന്നുള്ള സോങ് ആയിരിക്കും. ഈ പാട്ട് അങ്ങനെ ഒരു അങ്ങനെ ഞാൻ ഉദ്ദേശം മനസ്സിലായി. ഇങ്ങനെ ഭയങ്കര ബാസിലുള്ള സോങ്സ് അങ്ങനെ ഇട്ട വരിക. ഈ വണ്ടി വാങ്ങിയ ആദ്യം അങ്ങനെ കേട്ടോണ്ടിരുന്നത്. പിന്നെ വണ്ടി വാങ്ങിയ പിന്നെ FM കേട്ട് ഇപ്പൊ എനിക്കറിയാത്ത പാട്ടുകൾ വരെ ഇതിൽ പ്ലേ ആകുമ്പോ അടുത്ത വരി പാടുക. ഞാൻ തന്നെ എനിക്ക് അത്ഭുതം. എനിക്ക് ചില പാട്ടൊന്നും ഞാൻ കേട്ടിട്ടേ ഇല്ല, അതുവരെ അറിയാം. ആ ഒരു മാറ്റം നോക്കണേ. ആദ്യമാണെങ്കിൽ നമ്മള് നാട്ടിൽ നിന്നൊക്കെ ആകുമ്പോ എവിടേലൊക്കെ പോകുമ്പോ നമ്മള് കാറിൽ പാട്ട് വെച്ചാല് അല്ല ഇങ്ങനത്തെ ഇംഗ്ലീഷ് പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നല്ല എനിക്കും കൂടെ കേൾക്കാൻ പറ്റിയ നല്ല നല്ല പാട്ടുകളാണ്. നിസാമ അങ്ങനെ ആ ഒരു ഈ ഗോൾഡ് എപ്പൊ ഞങ്ങൾ കേൾക്കുന്ന ഗോൾഡ് എഫ് കാരണം എന്താണ് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഞാൻ പൊതുവെ ഇംഗ്ലീഷ് പാട്ട് എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഞാൻ അങ്ങനെ ഇങ്ങനെ ദൂരെ യാത്രയൊന്നും ചെയ്യുമ്പോൾ ഞാൻ അങ്ങനത്തെ പാട്ടുകളൊന്നും കേൾക്കാറില്ല. എനിക്ക് ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള മലയാളം പാട്ടുകളൊക്കെയാണ് കേട്ടോ ഞാൻ കേൾക്കാറുള്ളത്. എന്നാലും ഇപ്പൊ രണ്ടുപേർക്ക് പറ്റിയ പാട്ടുകളാണ് പ്ലേലിസ്റ്റിൽ റൺ ആയിക്കൊണ്ടിരിക്കുന്നത്.
ചെവി അടഞ്ഞു പോകും. നമ്മൾ കുറച്ച് ഹൈറ്റിലേക്ക് എത്തിയോണ്ടാണ്, പ്രഷറിന്റെ വേരിയേഷൻ ഉള്ളതുകൊണ്ടാണ് ചെവി ഭയങ്കരമായിട്ട് അടഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. എനിക്ക് ഞങ്ങൾ 3ാമത്തെ വട്ടമാണ് ഈ റൂട്ടിൽ വരുന്നത്. ഒരു വട്ടം റെയിൻബോ മൗണ്ടനിൽ, പേരെന്താ, റെയിൻബോ മൗണ്ടൻ അല്ലേ, റെയിൻബോ വാലി, റെയിൻബോ വാലി അങ്ങനെ എന്തോ, അവിടെ പോകാൻ വേണ്ടിയിട്ട് വന്നു. പിന്നെ ഒരു വട്ടം കോർഫക്കാനില് ഏതോ ഒരു സ്പോട്ടിൽ അന്വേഷിച്ച് പോയി. പക്ഷെ ഞങ്ങൾ ആ സ്പോട്ടിലൊന്നും എത്തിയില്ല, വേറെ എവിടെയാണ് എത്തിയത്. പിന്നെ ഒരു വട്ടം, പിന്നെ എന്തിനാ വന്നത്, ഇത് 3ാമത്തെ വട്ടം. അങ്ങനെ 2 വട്ടം വന്നിട്ടുണ്ട് കേട്ടോ. അതില് ഒരു വട്ടം മാത്രമാണ് സക്സസ് ആയിട്ടുള്ള കാര്യം, 2ാമത്തെ വട്ടം ഫ്ലോപ്പ് ആയിരുന്നു. പിന്നെ ഒരു റെയിൻബോ വാലി, അത് ആളും മനുഷ്യനൊന്നും ഇല്ലാത്തൊരു ഹൈക്കിംഗ് സ്പോട്ടാണ്. സ്ഥലം അടിപൊളിയാണ്. പക്ഷെ ഇപ്പൊ അത് ഓർക്കുമ്പോൾ എന്ത് ധൈര്യത്തിലാന്ന് ഞങ്ങൾ പോയത് ഇപ്പൊ ഓർക്കുമ്പോൾ പേടിയാണ് കേട്ടോ. കാരണം ആളും മനുഷ്യനൊന്നും ഇല്ലാത്തൊരു ഇങ്ങനെ എന്താ പറയാ, അങ്ങനത്തെ ഒരു സ്ഥലം. നമ്മളിങ്ങനെ ഹൈക്ക് ചെയ്തിട്ട് മുകളിൽ വരെ പോകണം. മുകളിലെത്തി ഇങ്ങനെ റോക്ക് ഇങ്ങനെ ഒരു കളേർഡ് ആയിട്ട്, റെയിൻബോന്റെ കളർ പോലെ കിടക്കുന്ന കുറെ റോക്കുകൾ ഇങ്ങനെ ഒരു എന്താ പറയാ, ഒരു പെർട്ടിക്കുലർ ഷേപ്പിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതായിരുന്നു അത്. ഇങ്ങനെ വീഡിയോയിലൊക്കെ കണ്ടിട്ടാണ് അതും പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ പോകുന്ന വഴിയിലൊക്കെ ഇങ്ങനെ ഓരോ എന്തോ ഒരു കുറെ മൃഗങ്ങളുടെ തലയൊക്കെ കണ്ടു. അതൊക്കെ കണ്ടപ്പോ ചെറിയ പേടി ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ഞങ്ങൾ 4 പേരുള്ള ധൈര്യത്തിലാണ് പോയത്. ഇപ്പൊ ഓർക്കുമ്പോ എനിക്കത് ഓർക്കുമ്പോഴേ പേടിയോ, എന്ത് ധൈര്യത്തിലാണ് പോയത്. എന്തേലും ഒരു കടുവയോ അങ്ങനത്തെ എന്തെങ്കിലും മൃഗം വന്നാൽ എന്ത് ചെയ്യുന്നു ഞാൻ. അത് മരുഭൂമി അല്ല, അത് കാടല്ലേ മുകളിലേക്ക്. മരുഭൂമി അല്ല, അത് ഒരു കാട് പിടിച്ച സ്ഥലം പോലെയായിരുന്നു. പക്ഷെ അത് നല്ല സ്ഥലമായിരുന്നു കേട്ടോ. നമ്മൾ കുറെ പേരുണ്ടെങ്കിലൊക്കെ പോവാം. അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, നമ്മൾ തന്നെ നമ്മളെ ഓൺ റിസ്കിൽ പോവാന്നുള്ളത്. എനിവേ കുറെ മല കണ്ടു. നമ്മളങ്ങനെ ആ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 1 മിനിറ്റും കൂടെ ഉള്ളൂ. ഡെസ്റ്റിനേഷൻ വിൽ ബി ലെഫ്റ്റ് റൈറ്റ് എന്തോ പറഞ്ഞിട്ടുണ്ട്. പോയി നോക്കാം എന്താണോ. ഒരു ഓഫ് റോഡാണ്, ഓഫ് റോഡ്. മലമുകളിലേക്ക് നമ്മൾ ഇങ്ങനെ കയറി പോകുന്നു. മുമ്പിലൊരു ട്രക്ക് ഉണ്ട്. അയ്യോ അയ്യോ, എവിടെയാണോ കുറച്ചുകൂടെ 1 മിനിറ്റ് കൂടെ ഉണ്ട്. ഒരു സ്ഥലമാണ് കേട്ടോ. ആളുകളൊന്നും അറിയില്ല. ഉള്ളിലെത്തി ചിലപ്പോ ഉണ്ടാവുമായിരിക്കും. പോയി നോക്കിയാൽ അറിയാം. ഇവിടെ നല്ലൊരു പച്ചപ്പുള്ള ഏരിയ ഒക്കെ കാണുന്നുണ്ട്. ഡെസ്റ്റിനേഷൻ ഈസ് ഓൺ ദ റൈറ്റ്. ഓക്കെ, റൈറ്റിലേക്ക് നമ്മൾ പോകുന്നു. ഇതാണെന്ന് തോന്നുന്നു. ഇത് തന്നെ കണ്ടോ, ഇതാണ് നമ്മുടെ സ്ഥലം. ഗൈസ്, ഞങ്ങൾ ഇവിടെ എത്തി. ഒരു കുഞ്ഞു പ്ലേസ് ആണ് കേട്ടോ. കുറച്ചൊരു അധികം വലിപ്പമൊന്നുമില്ല. പക്ഷെ ഇവിടെ ഉള്ളിൽ സെറ്റ് ചെയ്തേക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി രസമാണ് കേട്ടോ. നല്ല ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ മുഴുവനായിട്ടും ഒന്ന് കാണിച്ചു തരാം കേട്ടോ. എന്തെങ്കിലും ഒക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ചെറിയൊരു ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലമാണ്. പിന്നെ ഇങ്ങോട്ടേക്ക് എൻട്രൻസ് ആയിട്ട് നമ്മൾ 10 dirhams പേ ചെയ്യണം പെർ പേഴ്സൺ. ഞങ്ങളിനി മുകളിലേക്കും കൂടെ കുറച്ചുകൂടെ ഉണ്ട്. അതും കൂടെ ഒന്ന് കയറിയിട്ട് ഞാൻ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഫ്രം എൻട്രൻസ് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കേട്ടോ ഇതിന്റെ എൻട്രൻസ്. ഇവിടെ ഇത് ഞാൻ നേരത്തെ കയറിയപ്പോ കണ്ടിട്ടില്ലായിരുന്നു. സാന്തോറിനി എന്നൊരു ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഭംഗിയുണ്ട് കേട്ടോ. കയറുമ്പോ തന്നെ ഒരു പോസിറ്റീവ് വൈബാണ്. നിറയെ ബോഗൻവില്ല, കുറെ ഫ്ലവേഴ്സ് ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ നേരെ നമുക്കിങ്ങനെ ഇരുന്ന് ക്യാരംസ് കളിക്കാനുള്ള ഏരിയ ഉണ്ട്. ഇവിടെ ഇൻസ്റ്റാഗ്രാം സാന്റോറിനി UAE സെർച്ച് ചെയ്താൽ കിട്ടുമായിരിക്കും. ഐ തിങ്ക് സോ. ഇവിടെ ഇൻസ്റ്റാഗ്രാമിന്റെ ക്ലിക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ക്ലിക്കല്ല, ലോഗോ. പിന്നെ നല്ല ഭംഗിയൊന്നുമില്ല. പിന്നെ ഇതിന്റെ മുകളിലേക്കുള്ള ഞാൻ മുകളിൽ കയറുമ്പോൾ കാണിച്ചു കേട്ടോ. അതേപോലെ ഈ സൈഡിലും നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പോയില് നല്ല ഭംഗിയാണ്. നമ്മള് ഇങ്ങനെ മുകളിലേക്ക് പോവാം. ഹലോ, ഹായ്.
അത് പറയുന്നില്ല. ഇവിടെ കുറച്ച് അനിമൽസ് ഒക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് പാവകള്, അവിടെ കുറച്ച് ഞാടുകളൊക്കെ ഉണ്ട്. Don't come outside, stay there. കുറെ കാടുകളൊക്കെ ഉണ്ട്. അത് ഷീപ്പല്ലേ? ഷീപ്പുകൾ ഇങ്ങനെ ടേബിളും ചെയറും ഒക്കെ ചാന്തൂരിന് ഇൻസ്പയർഡ് തന്നെ കുറെ വെച്ചിട്ടുണ്ട്. ഞാൻ വേറൊരാളെ കൂടെ കണ്ടിട്ടുണ്ട്. ഓ മൈ ഗോഡ്, സോ ക്യൂട്ട്. ഏയ് വാവ്, ഒരാളെ ഉള്ളൂ. ഇവിടെ ഉണ്ടോ? ബാക്കിയൊന്നും ബാക്കി ഇതാ ഇവിടെ കൂട്ടിയിരിക്കുന്നുണ്ട്. രണ്ടെണ്ണം. ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് മുകളിലേക്ക് പോകാൻ പറ്റും കേട്ടോ. ഇത് കുറച്ചൊരു ഏരിയയിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഏരിയയിലേക്കാണ് നമ്മൾ ഇപ്പം പോകുന്നത്. ഫുൾ നമ്മുടെ ആ ഒരു ബ്ലൂ വൈറ്റ് കോമ്പിനേഷനാണ് കിടക്കുന്നത്. ആ, ഞാൻ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കട്ടെ കേട്ടോ. ഈ ഒരു ഫ്രെയിം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. വൈതാങ്കളെ കാണിക്കും. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ രസമുണ്ടല്ലേ? നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. ഒരു ഫോട്ടോഗ്രാഫറും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. നല്ല ഫോട്ടോസ് ഒക്കെ കിട്ടും കേട്ടോ. കൊള്ളാം. ഈ ഒരു ബാക്ക്ഗ്രൗണ്ടില് കുറച്ച് ഫോട്ടോസ് എടുക്കട്ടെ കേട്ടോ, എന്നിട്ട് കാണാം. കൊള്ളാം. ആ ഒരു ലൈറ്റില് പെട്ടെന്ന് എടുക്കാം അല്ലെ? ഞാൻ ബാക്കി ഫോട്ടോ എടുത്തിട്ട് ബാക്കി കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഇരുന്ന് വളരെ നല്ലതാണ്. പിന്നെ എന്നെ നാട്ടിക്കൊന്നേ മര്യാദ അടിച്ചു. അത് എഡ്ജിനങ്ങനെ നിൽക്കല്ലേ? അവിടെ ഒരു 3 വാട്ടർ ടാങ്ക് ആണ്. That into a house. Sun is going to set. അവിടെ കണ്ടോ? ആഹാ, നല്ല ഭംഗിയുണ്ട്. സൺസെറ്റ് കാണാൻ. ചുറ്റും സൺസെറ്റ് നോക്കിയാ സൺസെറ്റ് ഒന്നും ഇല്ലേ? പോയി, സൺ പോയി. പിന്നെ ഇതാ നിറയെ ബോഗൻവില്ല. അവിടെയാണ് ഞാൻ നേരത്തെ ഒരു ലവ് ഷേപ്പിൽ കാണിച്ചില്ലേ, അത് അവിടെയാണ് കേട്ടോ. അതിന്റെ താഴെയാണ് ഞങ്ങളിപ്പോ നിൽക്കുന്നത്. ഞാൻ അവിടുത്തെ കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ കണ്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് പോവാൻ. പക്ഷെ ഇപ്പൊ അടുത്ത് ഞങ്ങക്ക് ട്രിപ്പൊന്നും അധികം പ്ലാൻ ചെയ്യാൻ പറ്റാറില്ല, ലീവിന്റെ ഓരോ ഇഷ്യൂസ് കാരണം. സോ തൽക്കാലം നമുക്ക് ഇവിടെ എനിക്കിഷ്ടമായി. ഇവിടെ വന്നേ ഈവനിങ് വരണം കേട്ടോ. ഇവിടെ 2:30 ഇവിടെ ഓപ്പൺ ആവുന്നത്. 2:30 ഓപ്പൺ ആവുന്നത്. നല്ല ഫോട്ടോസും ഇതൊക്കെ എൻജോയ് ചെയ്യണമെങ്കിൽ ആ ഒരു സൺസെറ്റ് ടൈം, ഈവനിങ് ടൈമിൽ എത്തിയതാണ് കുറച്ചുകൂടെ അടിപൊളി. കാരണം അധികം വെയിലുണ്ടാവില്ല. ഒരു ലൈറ്റിംഗ് ഒക്കെ നമ്മുടെ ഫോട്ടോസിനും വീഡിയോസിനൊക്കെ ഒരു പെർഫെക്റ്റ് ആയിരിക്കും. രസമുണ്ട് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്റെ ക്യാമറയിൽ നമുക്ക് എത്ര മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇറ്റ്സ് എ സ്മോൾ പ്ലേസ് ആക്ച്വലി, പക്ഷെ അവര് സെറ്റ് ചെയ്തേക്കുന്ന സോ ബ്യൂട്ടിഫുൾ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. ഇവിടെ എല്ലാം സെൽഫ് സർവീസ് ആണ്. നമുക്ക് സ്നാക്സ് ഒക്കെ ഉണ്ട്. എങ്ങനെ എടുക്കണ്ടെന്ന് ഞാൻ നോക്കിയിട്ടില്ല. നമുക്ക് തന്നെ അവിടെ ക്യാഷിന് ഇടാൻ വേണ്ടിയിട്ട് എന്റെ ബോക്സ് ഉണ്ടാവും തോന്നുന്നു. എനിക്ക് അവിടെ പ്രൈസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. 1 piece 10 AED. ലെമൺ ആണെന്ന് തോന്നുന്നു. പ്രൈസ് എവിടെ? ഇവിടെ നമുക്ക് സ്കാൻ ചെയ്യാനുള്ള QR കോഡ് ഉണ്ട് കേട്ടോ. സ്കാൻ ടു പേ ആൻഡ് ബൈ. ഈ ഒരു കോർണർ നല്ല ഭംഗിയുണ്ട്. സാന്റോറിനി
ആൻഡ് ഇവിടെ ഒരു മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട്. വാവ്, എന്റെ ഡ്രസ്സും ഈ മിററും ബോഗൻവില്ലയും തമ്മിലുള്ള കോമ്പിനേഷൻ ഒരു നല്ല മാച്ച് ഉണ്ടല്ലേ. എന്റെ വീഡിയോ എടുക്കേണ്ട തിരക്കിലാണ്. എന്റെ വീഡിയോ ഇഷ്ടം പോലെ എടുത്തിട്ടുണ്ട്. കിച്ചു വന്ന മിററിലേക്ക് കൊള്ളാല്ലേ എന്റെ ഡ്രസ്സും മിററും ബോഗൻവില്ലയും. കൊള്ളാം. ഞങ്ങള് ഇവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ആവശ്യത്തിലധികം ചുച്ചു വന്നേ ഇവിടെ വന്നേ. ആവശ്യത്തിലധികം ഫോട്ടോസും വീഡിയോസും ഒക്കെ കിട്ടി. പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ കിട്ടി അല്ലേ? ചുച്ചിന്റെ കൊറേ ചുച്ചി എന്റെ കൊറേ എടുത്തു. എന്റെ ഒരു ഫോട്ടോ കിട്ടിയില്ല ഗൈസ്. അങ്ങനെ പറയരുത്, ഞാൻ എടുത്തില്ലേ കൊറേ എടുത്തു. ഞാൻ എടുക്കുന്നതൊന്നും അങ്ങനെ ഇഷ്ടപ്പെടില്ല. അതിന് ചില ഫോട്ടോസ്, സ്പെസിഫിക് ഫോട്ടോസ് മാത്രമേ ഇഷ്ടപ്പെടും അല്ലേ? അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാണ്. ഇനി തിരിച്ചു പോകുമ്പോ എന്തെങ്കിലും ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ടാവും അല്ലേ? ഫുഡ് കഴിക്കണ്ടേ? നല്ല വ്യൂ അല്ലേ ഇവിടുന്ന്? നല്ല ഭംഗിയുണ്ട്. സൺസെറ്റ് ആയി, സൺ പോയി കഴിഞ്ഞു. പക്ഷെ എന്നാലും ആ ഒരു ലൈറ്റ്, ചെറിയൊരു ലൈറ്റ് ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഇനി ഒരു 1.5 hour, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു 1.5 മണിക്കൂറിന്റെ വീട്ടിലേക്ക്. അതിന്റെ ഇടയിൽ ഞങ്ങള് 1-2 പരിപാടികളും കൂടെ ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഉണ്ടെങ്കിൽ ഞാൻ അതും കൂടെ അറിയാം. സോ നമുക്ക് എന്തായാലും ഇവിടുന്ന് ഇറങ്ങാം. ഫോണ് ഓൾമോസ്റ്റ് നിറയാറായിട്ടുണ്ട്. അത്രയും ഫോട്ടോസും വീഡിയോസും എടുത്ത് കൂട്ടിയിട്ടുണ്ട് ഞാൻ. ഓക്കെ, അപ്പൊ ഫോൺ വഴിയിലേ കാണാം. എന്റെ റെഡ് ഡ്രസ് ഫ്രം അർജു. അർജു വെള്ളം വാങ്ങിക്കാൻ വേണ്ടി പോയാണ് കേട്ടോ. ഞങ്ങളൊരു സൂപ്പർ മാർക്കറ്റ് കണ്ടപ്പോ ഇവിടെ നിർത്തി. ഭയങ്കരമായിട്ട് ദാഹിക്കുന്നു. കൊറേ അവിടെ ഇങ്ങനെ നടന്ന് തിരിഞ്ഞു, എന്താ പറയാ, കൊറേ നടന്നു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടും കാണാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ. അതിൻ്റെ ഉള്ളിൽ കോഫി മാത്രമേ ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ റെസ്റ്റോറൻറ്റും ഇങ്ങനത്തെ ഒന്നും ഇല്ല. പിന്നെ ഞാൻ കാണിച്ചില്ലേ, വേറെ കുറെ സ്നാക്സ് ഒക്കെ ഉണ്ട്. വെള്ളം പക്ഷെ ഞാൻ കണ്ടില്ല കേട്ടോ അവിടെ. ഇനി ഇല്ലാന്ന് തോന്നുന്നു. ഇനി ഞാൻ കാണാത്തയാണോന്ന് അറിയില്ല. പോകുന്നവരാണെങ്കിൽ ഒരു ബോട്ടിൽ വെള്ളം എടുത്തിട്ട് പോകുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും കേട്ടോ. കോഫി ഉണ്ട് അവിടെ, വെള്ളം ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. എന്തായാലും വെള്ളം കുടിക്കട്ടെ. ഞങ്ങൾ അവിടെ എത്തി. അത് കാണുമ്പോഴേ അതിന്റെ ഉള്ളിൽ ഒരു സാധനം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല പെട്ടെന്ന്. അപ്പൊ കയറാൻ ഞങ്ങൾക്കൊരു മടി ഉണ്ടായിരുന്നു. പക്ഷെ കയറി കഴിഞ്ഞപ്പോ സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. കുറെ എന്താ പറയാ, നല്ലൊരു രസം. കുറച്ചൊരു ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു. ഇപ്പൊ വെള്ളം കൊണ്ടുവരട്ടെ. ഇനി ഞങ്ങക്ക് അർജുന്റെ ഒരു ഫ്രണ്ടിനെ കാണണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരിവിടുന്ന് കുറച്ച് ഡിസ്റ്റൻസിലാണ്. നോക്കട്ടെ, ചിലപ്പോ പോവും. വെള്ളം വന്നു. തണുത്ത വെള്ളാണോ? നോർമലാ? ഇവിടെ പോയാലും മലയാളികളാ. ഇവിടെ മലയാളികളാ? ആണോ? കൊള്ളാം, നല്ലല്ലേ? എന്താ ബാഗി ബർഗറാണോ സോന? വേണ്ട, എനിക്ക് വേണ്ട. ഉച്ചക്ക് തന്നെ ആ ക്ലബ് സാൻഡ്വിച്ച് കഴിച്ചത് എനിക്ക് അത്ര അങ്ങോട്ട് സുഖമായിട്ടില്ല. പോകുന്ന വഴിയിൽ ഞങ്ങൾ കുറച്ച് ചെടി വാങ്ങാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. വാങ്ങിക്കാം. Galleggio. കുറെ ഇതൊക്കെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. കണ്ടപ്പോ എന്തായാലും ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിച്ചിട്ട് കുറച്ചു കാലം എപ്പോഴും എനിക്കറിയാം. പക്ഷെ അത് വരെ ഒരു രസമല്ലേ കാണാൻ. നല്ല ഭംഗി.
സോ ഗായ്സ്, ഞങ്ങൾ അങ്ങനെ കറക്കൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി. ഒരു അടിപൊളി ദിവസമായിരുന്നു. ഇപ്പൊ ഒരു 8:30 ആയി കേട്ടോ. 8:30 ആയപ്പോ വീട്ടിലെത്തി. ഇനിയിപ്പോ ഡിന്നറൊക്കെ കഴിച്ചിട്ട് കിടന്നിറങ്ങും. സോ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടിൽ ദെൻ ടാറ്റാ ബൈ ബൈ. എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ. ബൈ.